അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4 ഇതാണ്. ഇഫ് ടാൻ ഓഫ് എ മൈനസ് ബി ബൈ ടാൻ എ പ്ലസ് സൈൻ സ്ക്വയർ സി ബൈ സൈൻ സ്ക്വയർ ഈക്വൽ ടു 1, എ ബി സി അക്യൂട്ട് ആംഗിൾ ആണ്. ദെൻ ഓപ്ഷൻ നോക്കിയാൽ അറിയാം, അതിലെല്ലാം ടാൻ എ ടാൻ സി ടാൻ ബിനെ പറ്റിയാണ്. എ പി ആണോ ജി പി ആണോ ഓർഡർ മാറ്റി രണ്ട് ഓപ്ഷൻ വീതം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ടാനിനെ പറ്റിയാണ് ചോദിച്ചത്. അപ്പൊ തന്ന എക്സ്പ്രഷൻ എന്താക്കണം, ഫുൾ ടാനിൽ എക്സ്പ്രസ് ചെയ്യണം. ടാൻ ഓഫ് എ മൈനസ് ബി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ടാൻ എ മൈനസ് ടാൻ ബി ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. പിന്നെ അവിടെ ഓൾറെഡി ഉള്ളൊരു ടാൻ സി അല്ല ടാൻ എ. അടുത്തതില് സൈൻ സ്ക്വയർ സി സൈൻ സ്ക്വയർ എ, അതിനൊക്കെ ടാനിലേക്ക് മാറ്റണം. സൈൻ സ്ക്വയർ സിനെ താഴെ ഞാൻ കൊസീക് സ്ക്വയർ സി എന്ന് എഴുതുന്നു, മറ്റതിനെ മേലെ കൊസീക് സ്ക്വയർ എ എന്ന് എഴുതുന്നു, ഈക്വൽ ടു 1. ഇനി ആ ടേമിനെ മാത്രം, ഇത് 1 പ്ലസ് കോട്ട് സ്ക്വയർ എ ആണ്, ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോട്ട് സ്ക്വയർ സി. അതങ്ങനെയായി. മറ്റേതിൽ ഇനി ഒന്നും മാറ്റം വരുത്താനില്ല, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ തന്നെ വെച്ചത്. ഇത് 1 ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ ടാൻ സ്ക്വയർ സി ഈക്വൽ ടു 1. ഇവിടെയൊക്കെ നമ്മൾ ഇത് ക്യാരി ചെയ്യുന്നു, ഇത് മാറ്റമൊന്നുമില്ല, അതുകൊണ്ടാണ് പിന്നെ എഴുതാത്തത്. ഓക്കെ, ഇനി ഇവിടെ ഒന്നും കൂടിയും ചെയ്താൽ ടാൻ സ്ക്വയർ എ പ്ലസ് 1 1 പ്ലസ് ടാൻ എ ടാൻ ബി ഇന്ന് ടാൻ എ. ഇനി ഞാൻ ഇങ്ങനെ എല്ലാത്തിനെയും ടാൻ എ ടാൻ ബി ടാൻ സി നേരത്തെ എഴുതാൻ പോകുന്നില്ല, ഇങ്ങനെ എഴുതുന്നു. എ മൈനസ് ബി, എ എന്ന് പറഞ്ഞാൽ അപ്പൊ ടാൻ എ ആണ്, 1 പ്ലസ് എ ബി 1 പ്ലസ് എ സ്ക്വയർ സി സ്ക്വയർ എ സ്ക്വയർ 1 പ്ലസ് സി സ്ക്വയർ ഈക്വൽ ടു 1. ഓക്കെ, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. എ മൈനസ് ബി എ സ്ക്വയർ 1 പ്ലസ് സി സ്ക്വയർ സി സ്ക്വയർ 1 പ്ലസ് എ സ്ക്വയർ എ ഇൻറ്റു 1 പ്ലസ് എ ബി ഈക്വൽ ടു, ഇതെല്ലാം അപ്പുറത്തും വരും, അപ്പുറത്തുനിന്ന് വരും എ ക്യൂബ് ഇൻറ്റു 1 പ്ലസ് എ ബി ഇൻറ്റു എ ക്യൂബ് ഇൻറ്റു 1 പ്ലസ് എ ബി ഇൻറ്റു പിന്നെ 1 പ്ലസ് സി സ്ക്വയറും കൂടി വരും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ സ്ക്വയർ എ പ്ലസ് എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ എ സി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എ ബി എ സ്ക്വയർ എ ക്യൂബ് ബി ഈക്വൽ ടു, ഇവിടെ എ ക്യൂബ് ഇൻറ്റു 1 പ്ലസ് സി സ്ക്വയർ എ ബി സി സ്ക്വയർ. ഓക്കെ, എക്സ്പാൻഷൻ കഴിഞ്ഞു. ഇവിടെ ഒരു എ ക്യൂബ് വരുമല്ലോ, അത് അപ്പുറത്തും വരും, അപ്പൊ അത് ക്യാൻസൽ ആയി. പിന്നെ ഒരു എ ക്യൂബ് സി സ്ക്വയർ വരുന്നുണ്ട്, ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ക്യൂബ് സി സ്ക്വയർ വരും, അത് അപ്പുറത്തും വരാൻ പോകുന്നുണ്ട് എ ക്യൂബ് സി സ്ക്വയർ, അപ്പൊ അതും ക്യാൻസൽ ആയി. പിന്നെ ഇവിടെ കണ്ടോ, എ സി സ്ക്വയർ എ ക്യൂബ് ബി, എ റൈസ് ടു 4 ബി സി സ്ക്വയർ എ റൈസ് ടു 4 ബി സി സ്ക്വയർ, അതും ക്യാൻസൽ ആയി. ഇവിടെ ബാക്കി എ റൈസ് ടു 4 ഒരു ബി വരും, ഇത് കട്ടായതല്ലേ, അത് കട്ടായതാണ്. എ റൈസ് ടു 4 ബി മാത്രം അപ്പുറത്ത് ബാക്കി വരും. ഇവിടെ മൈനസ് എ സ്ക്വയർ ബി സി സ്ക്വയർ എ സി സ്ക്വയർ എ സ്ക്വയർ ബി സി സ്ക്വയർ പിന്നെ എ ക്യൂബ് സി സ്ക്വയർ. അപ്പോ ഇതും കട്ടാവും, അതും കട്ടായി.
ഇനി ബാക്കിയുള്ളത് ഇനിയിപ്പോ ബാക്കിയുള്ളത് ഇവിടെ എ സ്ക്വയർ സി എ ക്യൂബ് സി സ്ക്വയർ, അവിടെ എ റൈസ് ടു 4b. എ ക്യൂബ് സി സ്ക്വയർ നേരത്തെ കട്ടായതാണ്. എ ക്യൂബ് സി സ്ക്വയർ അവിടെ നിന്നാണ് കട്ടായത്, വേറെ കട്ടായിട്ടില്ല. അപ്പൊ ബാക്കിയുള്ളത് എ സി സ്ക്വയർ ബാക്കിയുണ്ട്, മൈനസ് എ സ്ക്വയർ ബി ബാക്കിയുണ്ട്, പ്ലസ് എ ക്യൂബ് സി സ്ക്വയർ ബാക്കിയുണ്ട്. അവിടെ ഈക്വൽ ടു എ റൈസ് ടു 4b. എ ക്യാൻസൽ ചെയ്യാം, സി സ്ക്വയർ മൈനസ് എ ബി, എ സി സ്ക്വയർ അല്ല എ സ്ക്വയർ സി സ്ക്വയർ എ ക്യൂബ് ബി. അപ്പൊ ഇവിടെ നിന്ന് ഒരു എ ബി പുറത്തെടുത്താൽ എ സ്ക്വയറിന്റെ 1 അവിടെയും വരും, സി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എ സ്ക്വയർ. അപ്പൊ അതും ക്യാൻസൽ ആയി. അപ്പൊ സി സ്ക്വയർ ഈക്വൽ ടു എ ബി. ഈ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടാൻ സ്ക്വയർ സി അല്ലേ? ടാൻ സ്ക്വയർ സി ഈക്വൽ ടു ടാൻ എ ടാൻ ബി എന്ന് കിട്ടും. ടാൻ സ്ക്വയർ സി ഈക്വൽ ടാൻ എ ടാൻ ബി എന്ന് പറഞ്ഞാൽ ടാൻ എ ടാൻ സി ടാൻ ബി, ആ ഓർഡറിൽ ടാൻ ബി ആണ് നടുവിൽ വരിക. ഇത് ജി പിയിലാണ്. ടാൻ എ ടാൻ സി ടാൻ ബി ആർ ഇൻ ജി പി. നടുവിൽ വരേണ്ടത് ടാൻ സി ആണ്. ജി പി ആണ് നടുവിൽ വരേണ്ടത് ടാൻ സി ആണ്. ഓപ്ഷൻ 1 ജി പി നടുവിൽ വരേണ്ടത് ടാൻ സി, ഓപ്ഷൻ 1 ആണ് അതിന്റെ ആൻസർ.